രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാര ചടങ്ങിലെത്തിയ ഒരു വ്യക്തി, പത്മ പുരസ്കാരം നേടിയ പത്മ പുരസ്കാര ജേതാവ്, അദ്ദേഹം നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർ ഞെട്ടിയിരിക്കുകയാണ്. ചുട്ടൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പത്മ പുരസ്കാര ചടങ്ങിനെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നിരക്കാണ് പത്മശ്രീ ജേതാവായ ഡോക്ടർ അനിൽകുമാർ റസ്തോഗി ഇത്തരത്തിലൊരു ചുട്ട മറുപടി നൽകിയത്. രാഷ്ട്രപതി ഭവനിലെ ഗണതന്ത്ര മണ്ഡപത്തിൽ നടന്ന പത്മ പുരസ്കാര വിതരണ ചടങ്ങിനെ ഉണ്ടായ ഒരു സ്വാഭാവിക നിമിഷം അതിനെ വളരെ മോശമായി ചിത്രീകരിച്ച് നരേന്ദ്രമോദിക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ ശ്രമിച്ച തൃണമൂൽ കോൺഗ്രസ് വക്താവ് സക്കറ്റ് ഗോഖലെക്കും കൂട്ടർക്കുമാണ് 80 വയസ്സുള്ള ദേശസ്നേഹിയായ റസ്തോഗി ചുട്ട മറുപടി നൽകിയത്. പ്രധാനമന്ത്രി മോദിയോട് തനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട് എന്നും ഈ രാജ്യത്തെ നയിക്കാൻ നിലവിൽ ഇന്ത്യക്കുള്ള ഏറ്റവും മികച്ച ചോയ്സ് നരേന്ദ്രമോദി തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ദേശവിരുദ്ധ ട്രോളന്മാരുടെ വായടപ്പിച്ചു. കല, നാടകം, സിനിമ, ശാസ്ത്രം ഈ മേഖലകളിലെ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചാണ് ഡോക്ടർ അനിൽകുമാർ റസ്തോഗിക്ക് രാജ്യം പത്മശ്രീ നൽകിയത്. ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ അദ്ദേഹം വേദിയിലേക്ക് വന്നപ്പോൾ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായി കൈകൾ കൂപ്പി അദ്ദേഹം പ്രധാനമന്ത്രിയെ വന്ദിച്ചു. ആ സമയത്ത് പ്രധാനമന്ത്രി ഹസ്തദാനത്തിനായി കൈനീട്ടി. പക്ഷെ പ്രായത്തിന്റെ അവസ്ഥകൾ കാരണം അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. ഇതൊരു സ്വാഭാവികമായ നിമിഷം. അതിനെ മോദിയുടെ ഇവന്റ് മാനേജ്മെന്റ് പരാജയം എന്ന് പരിഹസിച്ച് സക്കറ്റ് ഗോഖലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ സഹിതം പങ്കുവച്ച് പ്രധാനമന്ത്രിയെ അവഹേളിച്ചു. പ്രധാനമന്ത്രിക്കെതിരെയും പുരസ്കാര ജേതാവിനെതിരെയും ഉള്ളടക്കമില്ലാത്ത ട്രോളുകളുമായി സ്ലീപ്പർ സെല്ലുകൾ സജീവമായതോടെയാണ് ദേശീയ ബോധമുള്ള ഡോക്ടർ റസ്തോഗി നേരിട്ട് രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞു, പരിഹസിക്കുന്നവർ അറിയാൻ, ഞാൻ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണ്. എന്റെ പ്രായം കൊണ്ട് സംഭവിച്ച ഒരു നോട്ടക്കുറവ് മാത്രമായിരുന്നു അത്. നമ്മുടെ പ്രധാനമന്ത്രിയോട് എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്. നിലവിൽ ഈ രാജ്യം ഭരിക്കാൻ നമുക്കുള്ള ഏറ്റവും മികച്ച ചോയ്സ് അദ്ദേഹം തന്നെയാണ്. സക്കറ്റ് ഗോഖലെയുടെ പോസ്റ്റ് താഴെ ഡോക്ടർ അനിൽകുമാർ റസ്തോഗി കുറിച്ച ഈ വാക്കുകൾ ഭാരതീയർ ഒന്നടങ്കം ഹൃദയത്തിലേറ്റി കഴിഞ്ഞു. ലൂട്ടൻസ് ഡൽഹിയിലെ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് മാത്രം പത്മ പുരസ്കാരങ്ങൾ നൽകിയിരുന്ന പഴയ സമ്പ്രദായം മാറ്റി മോദി സർക്കാർ യഥാർത്ഥ പ്രതിഭകളെ തേടിപ്പിടിച്ച് ആദരിക്കുന്നതിലുള്ള നിരാശയാണ് ഇത്തരം വില കുറഞ്ഞ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് 1000-ഓളം നാടകവേദികളിൽ തിളങ്ങുക 75-ലധികം ചിത്രങ്ങളിലും 500-ലധികം ടെലിവിഷൻ എപ്പിസോഡുകളിലും അഭിനയിക്കുകയും ചെയ്ത ഡോക്ടർ റസ്തോഗി പറയുന്നു. 78-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ സമർപ്പിച്ച മികച്ചൊരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. ടെന്നീസ് ഇതിഹാസം വിജയ് അമൃത്രാജ്, നടന്മാരായ മമ്മൂട്ടി, സതീഷ് ഷാ, ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ഗായിക അൽക്ക യാഗ്നിക് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖർക്കൊപ്പമാണ് ഡോക്ടർ റസ്തോഗിയും പത്മ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഈ വർഷം പ്രഖ്യാപിച്ച 131 പത്മ പുരസ്കാരങ്ങളിൽ ബാക്കിയുള്ള 65 പുരസ്കാരങ്ങളാണ് ചൊവ്വാഴ്ച രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.